ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചായ തിളക്കുമ്പോഴേക്കും നേന്ത്രപ്പഴം കൊണ്ട് നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റുള്ള ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി 2 വലിയ നേന്ത്രപ്പഴം ഉപ്പ് മാത്രം ഇട്ട് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചെടുത്തിട്ടുള്ള നേന്ത്രപ്പഴം നമുക്ക് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 3 ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അരമുറി തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ സ്നാക്സിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയിലൂടെ 3 ഏലക്ക കൂടി ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്താണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കൈക്ക് മുകളിൽ ഒരല്പം ഓയിലൊന്ന് തടവിയതിന് ശേഷം ഈ മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സ് ഇതാ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയിൽ നിന്നും കുറേശ്ശെയായിട്ട് എടുത്ത് മീഡിയം വലുപ്പത്തിലുള്ള ഓരോ ബോൾസ് ആക്കി മാറ്റാം. നമ്മുടെ ഒരു ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ സ്ക്രാച്ച് ഇല്ലാതെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. മിക്സ് മുഴുവനായിട്ടും നമ്മൾ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി മറ്റൊരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കരിഞ്ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി ആണ് ആവശ്യം. അതുകൊണ്ട് തന്നെ വെള്ളം ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിന്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ ബാറ്ററിൽ ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഓരോ സ്നാക്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് ഈ സ്നാക്സ് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്നാക്സ് എല്ലാം ഇതാ ഇവിടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി പഴം കൊണ്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.